stoic wall residence designed by Lijo Reni Architects in Kadirur, Kerala. It is a wall-shaped home that blends indoor and outdoor living. It is designed to withstand heat, heavy rains, and lush surroundings. Come, let's explore this beautiful stoic wall residence. വളരെ മിനിമലായിട്ട് റോ ടെക്സ്ചറിൽ ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി വീടാണിത്. ഫസ്റ്റ് ലുക്കിൽ നമ്മൾ നോട്ടീസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ലാറ്ററൽ വാൾസും കോൺക്രീറ്റ് ഫിനിഷസും ടെറാക്കോട്ട സ്ക്രീൻസും ആണ്. ബട്ട് ദിസ് ഇസ് നോട്ട് എ ട്രഡീഷണൽ ഹോം. ഇറ്റ്സ് എ മോഡേൺ, മിനിമൽ ആൻഡ് ലക്ഷറിയസ് ലിവിങ് സ്പേസ്. ഈ വീട് 4 സോൺസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് സോൺ എന്ന് പറയുന്നത് ഒരു ഫോർമൽ ആയിട്ടുള്ള ലിവിങ് സ്പേസ് ഉണ്ട്, ഒരു ഔട്ടർ സിറ്റിംഗ് ഏരിയ ഉണ്ട്, പിന്നെ സെൻട്രൽ കോർട്ട്യാർഡ് ഉണ്ട്, പിന്നെ ഒരു ഫോയർ ഉണ്ട്. ഇവിടെയാണ് ഔട്ടർ സിറ്റിംഗ് ഏരിയ വരുന്നത്. ഇവിടുന്ന് നമുക്ക് സെൻട്രൽ കോർട്ട്യാർഡിലേക്കുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ വ്യൂ ഉണ്ട്. പിന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ഒരു യുണീക്ക് കോൺസെപ്റ്റാണ് ഈ ഒരു എൻട്രൻസ് ഏരിയ ചെയ്തിട്ടുള്ളത്. ഗ്ലാസ് ഡോർസ് ആണ് ഫുള്ള് ചെയ്തിട്ടുള്ളത്. നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ഗ്ലാസ് ഡോർസ് ആണ് കാണുന്നത്. നമുക്കിനി ഉള്ളിലേക്ക് കയറി നോക്കാം. നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഒരു ഫുൾ സൈസ്ഡ് മിററാണ്. പിന്നെ ഉള്ളത് ഈ ഒരു ഫോർമൽ ലിവിങ് സ്പേസിലേക്കാണ് കയറി വരുന്നത്. ഫസ്റ്റ് സോണിലെ ഫസ്റ്റ് ഏരിയയാണ് ഈ ലിവിങ് സ്പേസ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു വോൾട്ട് ഉള്ളത് കാരണം ഒരു ഡബിൾ ഹൈറ്റിലാണ് ഈ സ്പേസ് കിടക്കുന്നത്. എക്സ്പോസ്ഡ് ലാറ്ററൈറ്റ് വാൾസ് ആണ് കംപ്ലീറ്റ്ലി ഇവിടെ കൊടുത്തിട്ടുള്ളത്. സീലിങ്സ് എല്ലാം ചെയ്തിട്ടുള്ളത് കോൺക്രീറ്റ് ഫിനിഷസിലാണ്. അതിലെല്ലാത്തിലും ഒരു ഇൻബിൽറ്റ് ആയിട്ടുള്ള ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. ഈ വോൾ ഷേപ്പ് സ്ട്രക്ചേഴ്സിൽ എല്ലാത്തിലും ഒരു ചെറിയ പിവോട്ടഡ് ഗ്ലാസസ് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പണിംഗ് പോസിബിൾ ആണ് ലൈറ്റിനും അതേപോലെ എയറും പാസേജിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ യൂസ് ചെയ്ത ഫേർണിച്ചേഴ്സ് ആയാലും അതേപോലെ ഫ്ലോറിങ്സ് ആയാലും എല്ലാം ഭയങ്കര മിനിമൽ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഫോയർ ഏരിയയിൽ ഒരു ഓപ്പൺ സ്കൈലൈറ്റ് ഉണ്ട്. ഈ ഫോയർ ഏരിയയിൽ നിന്ന് നമ്മൾ പിന്നെ സെക്കൻഡ് സോണായിട്ട് കണക്ട് ചെയ്യുന്നതാണ് ഈ ഒരു റാമ്പ്. ഈ നാരോ റാമ്പ് ഏരിയയിൽ നമുക്ക് കോർട്ട്യാർഡിലേക്കുള്ള വ്യൂ ഉണ്ട്. പിന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇവിടെ ഫ്രെയിംസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു പനോറമിക് വ്യൂവിലുള്ള ഫ്രെയിംസ് ആണ് ഇവിടെ ഉള്ളത്. ഈ റാമ്പ് കണക്ട് ചെയ്യുന്ന സെക്കൻഡ് സോണിലേക്കാണ് നമ്മൾ ഇനി വരാൻ പോകുന്നത്. ഫസ്റ്റ് സോണിൽ നിന്ന് സെക്കൻഡ് സോണിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാണ്. സെക്കൻഡ് സോണിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഉള്ളത് ഡൈനിങ് ഏരിയയാണ്. പിന്നെ ഒരു ചെറിയ ഒരു ഫാമിലി സിറ്റിംഗ് ഏരിയ ഉണ്ട്. ഡൈനിങ് സ്പേസിൽ നിന്ന് നമുക്കൊരു ഇൻഡോർ കോർട്ട്യാർഡും ഉണ്ട്, ഒരു സെൻട്രൽ കോർട്ട്യാർഡും ഉണ്ട്. ഇൻഡോർ കോർട്ട്യാർഡിലേക്ക് എൻ്റർ ചെയ്യുമ്പം അവിടെ നമുക്ക് ബേസിനും കാണാം, പിന്നെ ഒരു കോമൺ ബാത്റൂമും ഉണ്ട്. വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഭയങ്കര യുണീക്കായിട്ട് ചെയ്തിട്ടുള്ളൊരു ഡിസൈൻ പാറ്റേൺ ആണത്. ഡൈനിങ് സ്പേസിൽ നിന്ന് നമുക്ക് കോർട്ട്യാർഡിലേക്കുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ വ്യൂ ഉണ്ട്. അത് സ്ലൈഡിങ് ഡോർസ് വെച്ചിട്ടാണ് പാർട്ടീഷൻ ചെയ്തിട്ടുള്ളത്. അവിടുന്ന് നമ്മൾ എൻ്റർ ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുമ്പം നമുക്ക് റാമ്പ് ഏരിയയിൽ നിന്നും അതേപോലെ ഫോമിംഗ് ലിവിംഗ് നിന്നും ഈ ഡൈനിങ് എന്നുള്ളൊരു കോമൺ പാറ്റിയോ ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ പാറ്റിയോ ഏരിയയിൽ മാക്സിമം പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്കിവിടെ ഒരു മാംഗോ ട്രീ ഉണ്ട്. ഈ മാംഗോ ട്രീ ആണ് ഇവിടെ ഒരു ഷെയ്ഡ് പോലെ കൊടുക്കുന്നത്. അപ്പം നമുക്ക് ചൂടാണെങ്കിലും ഒന്നും ഏൽക്കാത്ത രീതിയിൽ അത് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിൽ നിന്ന് കിച്ചണിലേക്കുള്ള എൻട്രൻസ് എന്ന് പറയുമ്പം ഇത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കിച്ചണാണ്. നമ്മൾ കിച്ചണിലേക്ക് എൻ്റർ ചെയ്യുമ്പം ഫസ്റ്റ് സൈഡ് നമ്മൾ കാണുക, രണ്ട് സൈഡിലും കോർട്ട്യാർഡാണ്. നമ്മൾ സെൻട്രൽ കോർട്ട്യാർഡാണ് ഒരു സൈഡിൽ നമ്മൾ ഒരു ഇൻഡോർ കോർട്ട്യാർഡാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കിച്ചണിലെ എല്ലാ സെറ്റിങ്സും ഭയങ്കര ബ്യൂട്ടിഫുൾ ആൻഡ് മിനിമൽ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്.
കിച്ചൻ്റെ ഒരു സൈഡിൽ നിന്ന് നമ്മൾ കോർട്ട്യാർഡിലേക്ക് എൻ്റർ ചെയ്യും. അവിടെ നിന്നാണ് നമുക്ക് നെക്സ്റ്റ് വർക്ക് ഏരിയയിലേക്കുള്ള സ്പേസിലേക്ക് പോകുന്നത്. ആൻഡ് നൗ വി ആർ എൻറ്ററിങ് ടു ദ തേർഡ് സോൺ. ഈ തേർഡ് സോൺ ഈസ് ഫുൾ കംപ്ലീറ്റ്ലി ബെഡ്റൂംസ് മാത്രമേ ഉള്ളത്. 3 ബെഡ്റൂംസ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു ബെഡ്റൂം അവർ ഈ ഒരു സെയിം ലെവലിൽ തന്നെ ചെയ്തിട്ടുള്ളത്. ബാക്കി 2 ബെഡ്റൂംസും ഒരു സ്റ്റെയർസ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇവിടെ സൈഡിലെല്ലാം ഈ എക്സ്പോസ്ഡ് ലാറ്ററൈറ്റ് വാൾസ് ആണ്. പിന്നെ ഒരു 4 സ്കൈ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഫോയർ ഏരിയാസ് ആണ് എല്ലാം. ആ ഫോയർ ഏരിയാസ് ഓരോ ബെഡ്റൂമായിട്ട് കണക്റ്റഡ് ആണ്. ഫസ്റ്റ് ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് ആൻഡ് തേർഡ് ബെഡ്റൂമിലേക്ക് എൻ്റർ ചെയ്യുമ്പം ഇങ്ങനെ ഒരു സ്റ്റെയർസ് ഉണ്ട്. ആ സ്റ്റെയർസ് കഴിഞ്ഞ ഉടനെ ഇവിടെ ഒരു നല്ല പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഒരു സിറ്റിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്ന സെക്കൻഡ് റൂമും തേർഡ് റൂമുമാണ്. ഈ തേർഡ് സോണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എക്സ്റ്റീരിയറിന് നോക്കിയാലും ഇൻറ്റീരിയറിന് നോക്കിയാലും കംപ്ലീറ്റ്ലി ഹിഡൻ ആണ്. നമ്മൾ ഈ സ്പേസ് അവർ അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സോ ദിസ് ഈസ് ദ ബെഡ്റൂം ഇൻ ദ തേർഡ് സോൺ. ഇവിടെ എല്ലാ ബെഡ്റൂംസും സെയിം ഡിസൈൻ പാറ്റേണിലാണ് എല്ലാതും ചെയ്തിട്ടുള്ളത്. നമ്മൾ ബെഡ്റൂമിന് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് ഒരു സൈഡിൽ നമുക്ക് ഡ്രസ്സിങ് ഏരിയ കാണാം. മറ്റേ സൈഡിൽ ഇവർ ഒരു ഇൻഡോർ കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് എല്ലാ ബെഡ്റൂംസിലും ഒരു ഇൻഡോർ കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ കോർട്ട്യാർഡിന് ഒരു ഓപ്പൺ ടു സ്കൈ ലാൻഡ്സ്കേപ്പും ചെയ്തിട്ടുണ്ട്. പിന്നെ ബെഡ്റൂമിൽ നിന്നും അതുപോലെ തന്നെ ബാത്റൂമിൽ നിന്നും നമുക്ക് ഈ കോർട്ട്യാർഡിലേക്ക് നല്ലൊരു വ്യൂ ഉണ്ട്. ബെഡ്റൂമിൽ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ഫേർണിച്ചേഴ്സും ഭയങ്കര മിനിമലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈവൻ ഹെഡ് ബോർഡ് പോലും അവർ ആ ടൈൽസിൻ്റെ സെയിം ഡിസൈൻ പാറ്റേണിലാണ് ചെയ്തത്. ഫോർത്ത് സോൺ വരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. അത് സ്റ്റെയർസ് വഴിയാണ് നമ്മൾ പോകുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് റൂമും പ്ലസ് ഒരു സ്മോൾ ഫാമിലി ലിവിങ് സ്പേസും ഉള്ളത്. പിന്നെ മാസ്റ്റർ ബെഡ്റൂമും. ഫസ്റ്റ് ഫ്ലോറ് എല്ലാ ഏരിയാസിലും ഈ ടെറാക്കോട്ട സ്ക്രീൻ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അത് മെയിൻലി ഈ ഭയങ്കര ചൂടിനെയൊക്കെ തടുക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പം അതൊരു സ്മോൾ കോറിഡോർ പോലെ ഈ ഹോം തിയേറ്റർ റൂമിൽ നിന്നും അതേപോലെ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്നും ചെറിയ കോറിഡോർ പോലെ 2 സൈഡിൽ നിന്നും ഉണ്ട്. ഇവിടെ എല്ലാ ഡോർസും ഒരു പിവോട്ടഡ് ഡോർസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതൊരു ഭയങ്കര യുണീക്കായിട്ടുള്ളൊരു ഫീച്ചറാണ്. സോ ദിസ് ഈസ് എ മാസ്റ്റർ ബെഡ്റൂം. നമ്മൾ ചെറിയൊരു സ്റ്റെപ്പ് കയറിയിട്ടാണ് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് എൻ്റർ ചെയ്യുന്നത്. എൻ്റർ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ഡ്രസ്സിങ് ഏരിയ പ്ലസ് ബാത്റൂം ഏരിയയാണ് കാണുന്നത്. ഈ ബാത്റൂം ഏരിയയും ഡ്രസ്സിങ് ഏരിയയും ഒരു ഗ്ലാസ് പാർട്ടീഷൻ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ ഈ ഒരു വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ഏരിയയിലേക്ക് കയറി വരികയാണ്. ഭയങ്കര മിനിമൽ ബട്ട് എലഗൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂം സ്പേസ് ആണിത്. ഇവിടെ നിന്ന് ഒരു ചെറിയൊരു ലോഞ്ച് ഏരിയ പോലെ വളരെ പീസ്ഫുള്ളായിട്ട് കാമായിട്ട് ഇരുന്ന് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനുള്ളൊരു ഏരിയയാണ് ഈ ഒരു ലോഞ്ച് ഏരിയ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ സൈഡിൽ നിന്നും നമുക്ക് ആ ഒരു ചൂടിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടെറാക്കോട്ട സ്ക്രീൻസ് കൊടുത്തിട്ടുണ്ട് ഈ ഫസ്റ്റ് ഫ്ലോർ കംപ്ലീറ്റ്ലി. സ്റ്റോയിക് വാൾ റെസിഡൻസ് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി അടുത്ത് കതിരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു വീടിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ ഒരു ഗ്രീനറി ലാൻഡ്സ്കേപ്സ് ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എല്ലാ ഏരിയാസിലും അവർ എത്രത്തോളം കോർട്ട്യാർഡുകൾ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നോ അത്രയും അവരത് കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. അത് ഈച്ച് ആൻഡ് എവറി റൂമിൽ നിന്നും ഒരു ഇൻഡോർ കോർട്ട്യാർഡും അതുപോലെ ഔട്ട്ഡോർ കോർട്ട്യാർഡും എല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളി വ്യൂ ആണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഉള്ളിൽ നിന്നാൽ തന്നെ നമുക്ക് കിട്ടുന്നത്.
കബേർഡ് ചെയ്ത സമയത്ത് അവർ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയണത് ഒരിക്കലും ആ ഒരു സ്പേഷ്യസ് ആണെങ്കിലും അതേപോലെ ഒരുപാട് ലെങ്തോ ഒന്നും തോന്നിക്കാത്ത രീതിയിലാണ് അവരത് ചെയ്തിട്ടുള്ളത്. നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു 3 വോൾട്ടുകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഈ ബാക്കി വോൾട്ട് എല്ലാം ഹിഡൻ ആയിട്ടാണ് കിടക്കുന്നത്.